സ്വാമിയെ ശരണമയ്യപ്പ. ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ദൈവത്തിനെ മുൻനിർത്തി എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. വളരെയധികം പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്, നിങ്ങളത് കേൾക്കണം. ആദ്യം നമുക്ക് ദേവസ്വം മന്ത്രിയുടെ വാക്കുകൾ കേൾക്കാൻ ഒരല്പം കനിവുണ്ടാകണം കേട്ടോ. ഇല്ല, അതിനെ സംബന്ധിച്ച് ഞാൻ നിങ്ങൾക്കറിയാലോ, ഈ മറ്റേ വയനാട്ടിലെ ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ അവരുടെ വിസിറ്റായിരുന്നു. ഞാൻ കഴിഞ്ഞ ക്യാബിനറ്റിൽ ഉണ്ടായിട്ടില്ല. ഇദ്ദേഹത്തിന് അല്ലെങ്കിൽ പല കാര്യങ്ങളും അറിയില്ല. എത്ര പേർക്ക് ഷിഗല്ല പിടിപെട്ടു, ഇപ്പോ നിപ്പ പിടിപെട്ട ആള് രക്ഷപ്പെടുമോ? ഒരു പിടുത്തൂല. എന്തായാലും ബാക്കി കേൾക്കാൻ കേട്ടോ. ദേവസ്വം മന്ത്രിയാണ്. അല്ല, അത് മുഖ്യമന്ത്രിയുടെ ഒരു ഡിസ്ക്രിപ്ഷണറി പവറിന് ഞാൻ വിട്ടുകൊടുത്തിരുന്നു നേരത്തെ. പക്ഷേ എന്നാലും ഇത് യുഡിഎഫ് ഉയർത്തിയ നിലപാടുകൾക്കെതിരല്ലേ? അല്ല, ഞാൻ പറയാം, ഒരു കാരണവശാലും പ്രതികളാരും രക്ഷപ്പെടില്ല, അക്കാര്യത്തിൽ ഉറപ്പ്. അതുപോലെ നിങ്ങൾക്ക് പ്രതികൾ രക്ഷപ്പെടില്ല. പ്രതികൾ ഒരു കാരണവശാലും രക്ഷപ്പെടില്ല. കാരണം പ്രതികൾക്ക് വേണ്ടി വാദിച്ചിരുന്ന ആള് ഇപ്പൊ ഞങ്ങളൊപ്പമാണ്. അതാണ് സംഭവം. പക്ഷെ പ്രതിക്ക് വേണ്ടി ബാധിച്ചയാളല്ലേ ഇപ്പൊ സർക്കാരിന് വേണ്ടി ബാധിക്കാൻ വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രതിയുടെ ദൗർബല്യങ്ങൾ അറിയാവുന്ന ഒരു വക്കീലാകണമല്ലോ. നല്ല കാര്യം. അതായത് ക്യാബിനറ്റിൽ എടുത്തൊരു തീരുമാനത്തിന് ഒരു മന്ത്രി ഒരിക്കലും തള്ളി പറയാൻ പാടില്ല. എല്ലാ കോൺഗ്രസുകാർക്കും എല്ലാ അയ്യപ്പ ഭക്തന്മാർക്കും ഇപ്പൊ സന്തോഷമായിരിക്കും. കള്ളന് വേണ്ടി വാദിച്ച വക്കീലിനെ തന്നെ ഇതാ ഇപ്പോൾ നമ്മുടെ ഗവൺമെന്റ് ദേവസ്വത്തിന്റെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായിട്ട് വെച്ചിരിക്കുന്നു. എല്ലാവർക്കും സന്തോഷമായില്ലേ? അതായത് ഒരു കള്ളനെ തന്നെ പിടിച്ചിട്ട് താക്കോല് കൂട്ട ഏൽപ്പിച്ചിരിക്കുക എന്നർത്ഥം. ഇനി നിങ്ങൾക്ക് വ്യക്തമാവുന്നില്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അപ്പോഴേ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. ശബരിമല കൊള്ളക്കേസ് പ്രതിയായിട്ടുള്ള പോറ്റിനെ വീട്ടിൽ കയറി സൽക്കരിച്ച ഒരാളുടെ പേരാണ് സോണിയാഗാന്ധി. അന്ന് ആ സോണിയാഗാന്ധിയോടൊപ്പം ഈ ഒരു പോറ്റിയോടൊപ്പം സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് പോയത് കോൺഗ്രസ് MP ആയിട്ടുള്ള ആന്റോ ആന്റണി. കഴിഞ്ഞിട്ടില്ല. കേസിൽ പ്രതിയായ ഒരു സ്ഥാപനമുണ്ട്. അതാണ് ഈ പറയുന്ന സ്മാർട്ട് ക്രിയേഷൻസ്. ആ സ്മാർട്ട് ക്രിയേഷൻസിന്റെ വക്കീല് ഇപ്പോഴിതാ നമ്മുടെ ശബരിമലയുടെ ദേവസ്വം വക്കീലായിട്ട് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ നിയമനം നടത്തിയിരിക്കുന്നു. ആരാ നടത്തിയത്? പിണറായി വിജയൻ അല്ല സുഹൃത്തുക്കളെ, UDF ഗവൺമെന്റ്. അപ്പൊ എങ്ങനെയാണ് കേസ് അട്ടിമറിക്കേണ്ടത് മനസ്സിലായ? UDFകാര് പെട്ടുപോയ കേസിൽ നിന്ന് UDFകാര് ജയിക്കണമെങ്കിൽ ആരാണോ കള്ളന്മാര്, ആ കള്ളന്മാരൊപ്പം നിൽക്കുന്ന ആ വക്കീലിനെ തന്നെ കിട്ടണം. എന്തായാലും കേസിൽ അന്വേഷണം നേരിട്ട ആളുടെ കൂടെ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ BJP മംഗലാപുരം യാത്ര നടത്തിയത് നമ്മുടെ മുഖ്യമന്ത്രി സതീശ മേനോൻ. കേസിൽ പ്രതിയായ BJP നേതാവിന്റെ അളിയനായ തന്ത്രിയുടെ വീട്ടിൽ പോയി സമാധാനിപ്പിച്ചത് BJP നേതാക്കള്, അയാളെ ആശ്വസിപ്പിച്ചത് കോൺഗ്രസ്. ഇനി നിങ്ങള് പറ, ശബരിമല കൊള്ളക്കേസ് പ്രതികൾ ആരൊക്കെയാ? ഈസി ആയിട്ട് സംശയത്തിന്റെ നിഴലുകളെല്ലാം നീങ്ങുന്നത് എവിടേക്കാണ്? നമ്മുടെ കോൺഗ്രസ് നേതാക്കളിലേക്കാണ്. ശബരിമല കൊള്ള നടത്തിയത് അവരാണ് എന്നാ നീങ്ങുന്നത്. അപ്പൊ ഇനി രക്ഷപ്പെടാൻ എന്ത് വേണം? ആ കള്ളന്മാർക്ക് വേണ്ടി വാദിച്ച വക്കീലിനെ പിടിച്ചാൽ മതി, കേസ് മുഴുവൻ പാളീസാകും എന്നുള്ളതാണ്. ഇനി നിങ്ങളിത് കേൾക്ക്. ടി വി പ്രസാദ് അത്ഭുതകരമായിരിക്കുന്നു. ഇന്നലെ വരെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരു സ്മാർട്ട് ക്രിയേഷൻസ് എന്ന സ്ഥാപനത്തിന്റെ അഭിഭാഷകനായിരുന്ന, ആ സ്ഥാപനത്തിന് വേണ്ടി മാധ്യമങ്ങളിൽ പ്രതിരോധിച്ച് സംസാരിച്ചിരുന്ന അഭിഭാഷകൻ ഇന്ന് നേരെ എതിർഭാഗത്ത് നിൽക്കുന്ന ദേവസ്വം ബോർഡിന്റെ അഭിഭാഷകനായി മാറുകയാണ്. ഈ കേസിലെ പ്രതിഭാഗത്തുണ്ടായിരുന്ന അഭിഭാഷകൻ ഈ കേസിലെ തന്നെ വാദിഭാഗത്തിന് അഭിഭാഷകനായി മാറുന്ന അത്ഭുതകരമായ കാഴ്ചയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഈ നിയമനം യഥാർത്ഥത്തിൽ ഒരു കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ നിയമനം സ്വാഭാവികമായും സംശയനിഴലിലാവുകയും ചെയ്തത് ഈ സാഹചര്യത്തിലാണ്. ഈ കേസ് ഇനിയും അവസാനിച്ചിട്ടില്ല. ഒരു സംശയവും വേണ്ട, ഈ കേസ് അട്ടിമറിക്കപ്പെടും. ശബരിമല കൊള്ളക്കേസ് അട്ടിമറിക്കപ്പെടും. ഈ ശബരിമലയുടെ പേരില് എത്ര കാലമാണ് പിണറായി വിജയനും മറ്റൊക്കെ ഒരു മുൾമുനയിൽ നിർത്തിയത് ഈ കോൺഗ്രസ്സുകാര്? അപ്പോഴേ പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ പറഞ്ഞിരുന്നു, ഞങ്ങളല്ല ഇതിന്റെ പുറകിലുള്ളത്, ഇതിന്റെ പുറകിലുള്ള ആൾക്കാർ മുഴുവൻ കോൺഗ്രസ്സുകാരാണ്, ലവന്മാരാണ് ഇത് മുഴുവൻ കൊണ്ടുപോയിട്ട് മുക്കിയിട്ടുള്ളത്, അല്ല ഞങ്ങളല്ല. ശബരിമലയും മറ്റൊന്നും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർക്ക് വേണ്ട. ഇവിടെയുള്ള ശബരിമലയും മറ്റും സംരക്ഷിക്കാൻ വേണമെങ്കിൽ, നിങ്ങളെ വിശ്വാസം സംരക്ഷിക്കാൻ വേണമെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റുകാർ ഒപ്പം ഉണ്ടായിരിക്കും. കമ്മ്യൂണിസ്റ്റുകാർ അങ്ങനെ ചെയ്തിട്ടുള്ളൂ.
ആളുകളെ വിശ്വാസം സംരക്ഷണത്തിന് വേണ്ടി മാത്രമേ കമ്മ്യൂണിസ്റ്റുകാർ ഇറങ്ങിയിട്ടുള്ളൂ എന്നുള്ളതാണ്. അത് ഗുരുവായൂർ സത്യാഗ്രഹവും മറ്റുമൊക്കെ ആ ഒരു കഥകളല്ല, ചരിത്രമൊക്കെ ഓർമ്മയുള്ള ആളുകളോടൊക്കെ ചിലപ്പോൾ ഓർമ്മ വരുന്നുണ്ടായിരിക്കും. എന്തായാലും സംഗതി അവിടെ കിടക്കട്ടെ. ഞാൻ പറഞ്ഞു വെക്കുന്നത് സംഗതി മൊത്തം കുളമാവാൻ പോവുകയാണ്. നമ്മുടെ ആരോഗ്യരംഗം എന്റെ പൊന്നു സുഹൃത്തുക്കളെ അതീവ കുളമാകാൻ പോവുകയാണ്. ഒപ്പോഴത്തെ ദേവസ്വം ഇനി ഇവർ 5 വർഷം കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തിന് ഏതെങ്കിലും അമ്പലങ്ങളൊക്കെ ഇവിടെ നേരം പോലെ പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ്. അടുത്ത ശബരിമല കാലം എന്താവും എന്നൊക്കെ നമ്മൾ കണ്ടു തന്നെ അറിയേണ്ടി വരും. എന്റെ പൊന്നു അയ്യപ്പ, എന്താവുന്ന കാര്യത്തിൽ എനിക്ക് ഒരു പിടുത്തൂല. നിങ്ങളെ കാര്യം നിങ്ങൾ എന്നെ നോക്കിക്കോണേ എന്നുള്ളതാണ്. ഇനിയും വേണമെങ്കിൽ കേട്ടോളൂ. ബഹുമാനപ്പെട്ട ദേവസ്വം വകുപ്പ് മന്ത്രി, അങ്ങ് അറിയാതെയാണോ അങ്ങയുടെ വകുപ്പ് വാദിസ്ഥാനത്ത് നിൽക്കുന്ന ഒരു കേസിൽ അറിയാതെയാണ്, അദ്ദേഹം അറിഞ്ഞിട്ടില്ല. താങ്കൾ ഇങ്ങനെ വെറുതെ അദ്ദേഹം ചോദ്യം ചെയ്യരുത്. അദ്ദേഹം അറിഞ്ഞിട്ടില്ല എന്നല്ല അദ്ദേഹം പറഞ്ഞേ, വേണം കേൾക്കണോ? ഇതാ, അദ്ദേഹം അറിഞ്ഞിട്ടില്ല. ഇല്ല, അതിനെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാലോ, ഈ മറ്റേ വയനാട്ടിലെ ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ അവരുടെ വിസിറ്റായിരുന്നു. ഞാൻ കഴിഞ്ഞ ക്യാബിനറ്റിൽ ഉണ്ടായിട്ടില്ല. അല്ല, അത് മുഖ്യമന്ത്രിയുടെ എങ്ങനെയുണ്ട്? സ്വന്തം വകുപ്പില് ഒരു വക്കീലിനെ, ഒരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിച്ചത് അതേ വകുപ്പിന്റെ ചുമതലയുള്ള ഒരു മന്ത്രി അറിഞ്ഞില്ല പോലും. അയ്യോ, നമ്മൾ എന്താ കേൾക്കുന്നേ? നിങ്ങൾക്ക് മനസ്സിലായില്ല? ഞാനാണ് മന്ത്രി എന്ന് വിചാരിക്കേ. എന്റെ വകുപ്പില് ഏറ്റവും പ്രധാനപ്പെട്ട തസ്തികയിലേക്ക് ഒരാളെ നിശ്ചയിക്കുന്നത് ഞാനുകൂടി അറിഞ്ഞിട്ടായിരിക്കണം. അതങ്ങനെ നടക്കൂ. ഞാൻ അറിയാതെ ഒരു തേങ്ങ നടക്കാൻ പാടില്ല. അങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ എനിക്ക് 5 പൈസയ്ക്ക് വിലയില്ലെന്നർത്ഥം. 5 പൈസയ്ക്ക് വില ആ ഒരു ഗവൺമെന്റിൽ എനിക്ക് തരുന്നില്ലെന്നർത്ഥം. ഞാൻ അറിയാതെ ആരൊക്കെയോ വരും പോവുകയും ചെയ്യുന്നു. ഞാൻ അറിയാതെ ആരൊക്കെയോ എന്റെ വകുപ്പില് നിയമനങ്ങൾ നേടുന്നു. ഒരു ദിവസം ചെന്നേക്ക്, എടേ നീ ആരടേ? അപ്പൊ പറയുന്നു, ഞാൻ സാർ താങ്കളുടെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറാണ്. ആണോ? ഉവ്വോ, ഞാൻ അറിഞ്ഞില്ലല്ലോ. എന്നാ വന്നേ. അത് എന്നെ മുഖ്യമന്ത്രി മേനോൻ തീരുമാനിച്ചതാണ്. അതെ, സന്തോഷം. പിറ്റേ ദിവസം വരുമ്പോ ഇപ്പുറത്ത് വേറൊരാള്, താങ്കൾ ആരാണ്? ഞാൻ നിങ്ങളുടെ സെക്രട്ടറിയാണ്, പേഴ്സണൽ സെക്രട്ടറിയാണ്. ആണോ? ഉവ്വോ, അയ്യോ, ഞാൻ അറിഞ്ഞില്ലല്ലോ. സന്തോഷം കേട്ടോ. എന്തുവാണ് നമ്മൾ ഈ കേൾക്കുന്നല്ല? ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകേണ്ടത്? ഇങ്ങനെയായിരുന്നോ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിരുന്നത്? ആർക്കൊന്നും മിണ്ടാനൊന്നുമില്ലേ? മാധ്യമങ്ങളെ നിങ്ങളെന്താ പൊട്ടിത്തെറിക്കുന്നില്ലേ? അല്ലേ? പിണറായി വിജയൻ എന്താ സ്വർണം കെട്ടത് ആരപ്പ, പിണറായി വിജയൻ ആണപ്പ എന്ന് പാടിയിരുന്ന ആൾക്കാരില്ലേ? എന്തേ പാട്ട് വീണ്ടും പാടാൻ തോന്നുന്നില്ലേ? മാധ്യമങ്ങളൊക്കെ കൊട്ടിഘോഷിച്ചല്ലോ. നിങ്ങളെ മാധ്യമങ്ങൾക്ക് ഒന്നും പറയാനില്ലേ? കള്ളന് വേണ്ടി വാദിച്ച അതേ വക്കീലിനെ കൊണ്ടുപോയിട്ട് ശബരിമലയുടെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായിട്ട് നിയമിക്കുമ്പോൾ നിങ്ങളുടെ വായ കടഞ്ഞെടുക്കുകയാണോ? റിപ്പോർട്ടർ ചാനൽ അരുൺകുമാർ മാത്രം എന്തെങ്കിലും ശബ്ദം ഉയർത്തിയാൽ മതിയോ? ഇവിടുത്തെ മാധ്യമങ്ങളൊക്കെ അത് കൃത്യമായി ചോദിക്കണ്ടേ? ഇതിൽ ഭയങ്കര പിഴവുകളുണ്ടോ ചോദിക്കുമ്പോഴേ അങ്ങനെയൊന്നുമില്ല. എന്തായാലും കള്ളന്റെ എല്ലാ നെഗറ്റീവുകൾ അറിഞ്ഞ ഒരാളല്ലേ, അത്തരം ആളാകുമ്പോൾ നല്ല കാര്യമാണ്. ഒരു കാര്യം ഉറപ്പ് തരാം, കള്ളന്മാര് രക്ഷപ്പെടില്ല. എങ്ങനെ കള്ളന്മാര് രക്ഷപ്പെടായിരിക്കും? കള്ളന്മാര് 100% രക്ഷപ്പെടും. ലവന്മാരൊക്കെ തന്നെയാണെന്നേ. പോറ്റിനെ കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയി കാണിച്ച ആൾക്കാരൊക്കെ ഇല്ലയോ? എന്തു ചെയ്യും? ഇവിടെ പല ആൾക്കാർക്കും സോണിയാഗാന്ധി ആ ഒരു പ്രദേശത്തേക്ക് കടന്നു ചെല്ലാൻ പറ്റിയിട്ടില്ല, പല കോൺഗ്രസ് നേതാക്കന്മാർക്കും. അപ്പോഴാണ് ആ ഒരു പോറ്റി എന്ന് പറഞ്ഞ ലെവനെയും കൊണ്ടുപോയിട്ട് കോൺഗ്രസ് നേതാക്കാർ അവിടെ പോയിട്ട് കയ്യിൽ എന്തൊക്കെ കിട്ടിക്കുന്നത്. ആ ഫോട്ടോസിലൊക്കെ നല്ല പ്രസിദ്ധമായതാണ്. ഞാൻ തപ്പി പിടിച്ച് പറ്റിയ ഇതിൽ ഇടയിൽ വെക്കാം. ഇങ്ങനെ കണ്ടോളൂ, ആസ്വദിച്ചോളെ. എന്തൊക്കെയായാലും ഇപ്പൊ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര അത്ഭുതമാണ്. ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന ആ ബോർഡിലേക്ക് ശബരിമലയുടെ മറ്റും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നിയമിക്കപ്പെട്ട ഒരാളെ അറിയില്ല എന്നാണ് ഇപ്പൊ പറയുന്നത്. ദേവസ്വം വകുപ്പിന്റെ പ്രത്യേക അഭിഭാഷകനായിട്ട് നിയമിച്ചത് ഈ മനുഷ്യനെ അറിയില്ലത്രേ. ബഹുമാനപ്പെട്ട ദേവസ്വം വകുപ്പ് മന്ത്രി, അങ്ങ് അറിയാതെയാണോ അങ്ങയുടെ വകുപ്പ് വാദിസ്ഥാനത്ത് നിൽക്കുന്ന ഒരു കേസിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരു സ്ഥാപനത്തിന്റെ അഭിഭാഷകനെ, അതും ഈ കേസിൽ ഏറ്റവും നിർണായകമായ പങ്കുവഹിച്ച സ്മാർട്ട് ക്രിയേഷൻസ് ഏറ്റവും ഗുരുതരമായ കുറ്റകൃത്യം ചെയ്തുവെന്ന് കോടതി സംശയിക്കുന്ന, SIT സംശയിക്കുന്ന, ജയിലിൽ അടച്ചിരുന്ന ഭണ്ഡാരിക്ക് വേണ്ടി ഹാജരായ KB പ്രദീപ് എന്ന അഭിഭാഷകനെ ദേവസ്വം വകുപ്പിന് വേണ്ടി ഗവൺമെന്റ് സ്പെഷ്യൽ പ്ലീഡറായി നിയമിച്ചത് ബഹുമാനപ്പെട്ട ദേവസ്വം വകുപ്പ് മന്ത്രി അറിഞ്ഞിട്ടില്ലേ? അതല്ല, താങ്കൾ കൂടി അറിഞ്ഞുകൊണ്ടാണോ ഈ നീക്കം? അങ്ങനെയാണെങ്കിൽ ശബരിമലയുടെ പേരിൽ നിങ്ങൾ ഒഴുക്കിയ കണ്ണീർ മുതലക്കണ്ണീരായിരുന്നു. മുതലക്കണ്ണീർ തന്നെ, 100% മുതലക്കണ്ണീർ. ഭക്തജനങ്ങൾ എന്ന് പറയുന്ന പാവങ്ങളുടെ വോട്ട് കിട്ടാൻ വേണ്ടി നടത്തിയ നാടകം എന്നല്ലാതെ ഇതിനെ വേറെ ഏത് രീതിയിൽ നമുക്ക് വ്യാഖ്യാനിക്കേണ്ടി വരും, അല്ലേ?
ഈ ഭക്തജനങ്ങളൊക്കെ ഇപ്പോഴാണ് തെരുവിലിറങ്ങേണ്ടത്. ഈ നിയമനത്തിനെതിരെയാണ് തെരുവിലിറങ്ങേണ്ടത്. ആരെങ്കിലും ഇറങ്ങുമോ എന്ന് നമുക്ക് നോക്കാം. ഞാൻ ഇപ്പോഴേ പറയുന്നു, ഒരാളും ഇറങ്ങില്ല. ഇതൊക്കെ ഒരു ടൈയപ്പല്ലേ? BJP-ക്കാർ ഇറങ്ങുമോ? ഇറങ്ങില്ല. ഇതൊക്കെ ഒരു ഡീലിന്റെ ഭാഗമല്ലേ സുഹൃത്തുക്കളെ? ബാക്കി കേൾക്കാം. നിങ്ങൾ പറ്റിക്കുകയായിരുന്നു. ഇനി ദേവസ്വം ബോർഡിന് വേണ്ടി ഹാജരാകുന്നത് ഇരുവരെയും സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിസ്ഥാനത്ത് നിന്നിരുന്ന ഒരു സ്ഥാപനത്തിന്റെ അഭിഭാഷകനാണ് എന്നുള്ളത് ഒരു കോൺഫ്ലിക്ട് ഓഫ് ഇന്ററസ്റ്റ് അല്ലേ? ഇങ്ങനെ ഇത്രയും ഗുരുതരമായൊരു വീഴ്ച സ്വന്തം വകുപ്പിൽ സംഭവിച്ചിട്ടും എന്തുകൊണ്ടാണ് ദേവസ്വം വകുപ്പ് മന്ത്രി കെ മുരളീധരൻ അങ്ങിതറിയാതെ പോയത്? അങ്ങ് തന്നെയല്ലേ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ പേരിൽ പലതവണ ഞങ്ങൾക്ക് ബൈറ്റുകൾ നൽകിയത്, സർക്കാരിനെതിരെ ആഞ്ഞടിച്ചത്? ഒടുവിൽ സ്വന്തം വകുപ്പിൽ ഇപ്പോൾ എത്തുന്ന അഭിഭാഷകൻ, പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഈ സ്മാർട്ട് ക്രിയേഷൻസിന് വേണ്ടി ഭണ്ഡാരിക്ക് വേണ്ടി ന്യായീകരിച്ചൊരു അഭിഭാഷകനായത് താങ്കൾ അറിയാതെ പോയതാണ്. അങ്ങനെയാണെങ്കിൽ താങ്കൾ പ്രതികരിക്കണം, അതല്ലെങ്കിൽ നടപടി ഉണ്ടാവണം. ഇല്ലെങ്കിൽ ഈ ഭക്തജനങ്ങളുടെ പേരിൽ താങ്കളും താങ്കളുടെ പ്രസ്ഥാനവും നടത്തിയ പ്രതികരണങ്ങൾ യഥാർത്ഥത്തിൽ ആത്മാർത്ഥതയുള്ളതായിരുന്നു ഒട്ടുമല്ല സംശയിക്കുന്ന സാഹചര്യം ഉണ്ടാകും. ദേവസ്വം വകുപ്പിന് വേണ്ടി ഹാജരാവുക, ദേവസ്വം വകുപ്പിനെതിരായി കേസ് ബാധിച്ച, ദേവസ്വം വകുപ്പ് കൊടുത്ത കേസിൽ പ്രതിസ്ഥാനത്ത് നിന്നിരുന്ന സ്ഥാപനത്തിന്റെ അഭിഭാഷകനാണ് എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന വിവരം. കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് എന്താണെന്ന് പ്രേക്ഷകർക്ക് ബോധ്യമായിട്ടുണ്ടാകും. വല്ലതും ബോധ്യമായോ? പ്രേക്ഷകർക്ക് ബോധ്യമായില്ലെങ്കിൽ ഇവിടുത്തെ വിശ്വാസ സമൂഹത്തിന് ബോധ്യമാവണം. തീർച്ചയായിട്ടും അയ്യപ്പനെ സ്നേഹിക്കുന്നവർക്ക് ബോധ്യമാവണം. നിങ്ങളെ ഇങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ അയ്യപ്പ വിശ്വാസികളെ പറ്റിക്കുകയായിരുന്നല്ലോ എന്ന് മനസ്സിലാവണം. അയ്യപ്പ, ശബരിമലയിൽ തങ്ക സൂര്യോദയം, ഈ സംക്രമപുലരിയിൽ അഭിഷേകം, ഭക്തകോടി തേടിയെത്തും സന്നിധാനത്തിൽ. ഇനി എന്തൊക്കെ സംഭവിക്കുന്നൊക്കെ കണ്ടറിയണം. ബൈ.